ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്കൊരു കല്യാണം വരുന്നുണ്ട് ശ്രീതിഷിൻ്റെ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് വൈകുന്നേരം ഒരു 3 മണി 3:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. ആദ്യമായിട്ട് നമുക്ക് അനുഷാലിനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 4 മണി ആയപ്പോഴത്തേക്കിനും റെയിൽവേ സ്റ്റേഷനിലെത്തി. അവൻ്റെ ട്രെയിൻ എന്ന് പറയുന്നത് 4:30-ക്കായിരുന്നു. അങ്ങനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ അവനെ ഞങ്ങൾ ഇറക്കി വിട്ട് ബൈയൊക്കെ പറഞ്ഞ് അവൻ എറണാകുളത്തേക്കാണ് പോണത്. ഒരു ഇൻ്റർവ്യൂവിന് ഇവിടെ വന്നത് കൊണ്ടിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് അതിനുശേഷം അവന് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയതാണ്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രാമചന്ദ്രനാണ്. പക്ഷേ എന്താ പറയാനാന്ന് വെച്ചാൽ അവിടുത്തെ പാർക്കിംഗ് ഭയങ്കര മോശമാണ്. പാർക്കിംഗ് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ അലഞ്ഞ് ഒത്തിരി ഡിലേ വന്നു അവിടെ തന്നെ. അപ്പോൾ ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്കിനും രാമചന്ദ്രൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയത് ഒരു 6:30 ആയപ്പോഴാണ്. 1 മണിക്കൂർ വെറും പോസ്റ്റായിരുന്നു. അങ്ങനെ അവസാനം ഏതൊക്കെയോ രീതിയിൽ ഞങ്ങൾ കാറൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ രാമചന്ദ്രനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എൻ്റെ ദൈവമേ, കാല് കുത്താൻ പറ്റാത്തത്ര തിരക്കായിരുന്നു അങ്ങോട്ട്. അപ്പം ഞാനും സ്റ്റെഫിയും കൂടെയും ഒരു സാരി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് സാരിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിബിനും എഡ്വിനും ആണെങ്കിൽ അവർക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവർ മോളിൽ പോയി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കലും നടക്കില്ലാത്തത് കാരണം അങ്ങനെ ഞങ്ങൾ കുറേ സാരിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇൻ കേസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണെങ്കിലും അവിടുത്തെ ബില്ല് ചെയ്യാനുള്ള ക്യൂ കാരണം ഞങ്ങൾ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു പിസ്സയും ഒരു ചായയും ഒരു കോഫിയും ഓർഡർ ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ഒരു ചിക്കൻ പിസ്സ കഴിച്ചിട്ടാ. ചിക്കൻ പിസ്സയ്ക്ക് അവിടെ റേറ്റ് വരുന്നത് 150 റുപ്പീസും അതുപോലെ തന്നെ ചായക്കും കോഫിക്കും 25 ഈച്ചുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വന്നിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച ഒരു സംതൃപ്തിയിൽ നമ്മൾ തിരിച്ചു പോവാണ്. കാറിനടുത്തോട്ട് പോവാണ്. അവിടെ അധികം തിരക്കൊന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാമചന്ദ്രൻ്റെ പാർക്കിങ്ങിനെ പറ്റിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഡിലേ ആയിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങോട്ടേക്ക് പോവും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് കല്യാൺ സിൽക്സ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അവിടെ കയറാമെന്ന്. അങ്ങനെ അവിടെ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അത് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല.